ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നാട്ടിലൊക്കെ ബഡ്ജറ്റിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ ഇൻകം ടാക്സിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലക്സംബർഗിൽ എങ്ങനെയാണ് ടാക്സും കാര്യങ്ങളൊക്കെ, ഇത്ര സാലറി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ടാക്സും ഡിഡക്ഷൻസ് ഒക്കെ വരും, ടേക്ക് ഹോം സാലറി എത്രയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ലക്സംബർഗിലെ ടാക്സ് സിസ്റ്റത്തെ പറ്റിയിട്ടാണ്. ഇതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഒന്നുമല്ല, പക്ഷേ എൻ്റെ ഒരു റിസർച്ച് വെച്ചിട്ടും എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ എൻ്റെ ഉദ്ദേശം. സോ വിതൗട്ട് മച്ച് ഇൻട്രൊഡക്ഷൻ, ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ലക്സംബർഗിൽ നിങ്ങൾ എത്ര ടാക്സ് അടയ്ക്കും എന്നുള്ളത് നിങ്ങൾ ഏത് ടാക്സ് ക്ലാസിൻ്റെ കീഴിൽ വരും എന്നനുസരിച്ചിട്ടായിരിക്കും. സോ ഇവിടുത്തെ ടാക്സ് ക്ലാസ്സിനെ പറ്റിയിട്ട് നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ മെയിൻലി 3 ടാക്സ് ക്ലാസ്സസ് ആണുള്ളത്. ക്ലാസ് 1, ക്ലാസ് 1A, ക്ലാസ് 2. ക്ലാസ് എ എന്ന് പറയുന്നത് സിംഗിൾ ആയിട്ടുള്ള ആൾക്കാർക്കാണ്. ഇനി ക്ലാസ് 1A എന്ന് പറയുന്നത് സിംഗിൾ പാരൻസിനും അല്ലെങ്കിൽ ഏജ് 65 മേലുള്ള ആൾക്കാർക്കുമാണ്. ക്ലാസ് 2 എന്ന് പറയുന്നത് മാരീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഈ മാരീഡ് എന്ന് പറയുന്നത് മാരീഡ് ഓർ രജിസ്റ്റേർഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. സോ കമ്പാരിറ്റീവ്ലി അവർക്കാണ് കേട്ടോ കുറച്ച് കുറവ് ടാക്സ് റേറ്റ്സ് ഉണ്ടാവുക. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. അതായത് ഇപ്പോൾ സിംഗിൾ ആയിട്ടുള്ള ഒരാൾക്ക് ഒരു 3500 ആണ് മാസം സാലറി എന്നുള്ളതുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഡിഡക്ഷൻസ് ആയിട്ട് പോകുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിംഗിൾ ആയിട്ടുള്ള ആളായതുകൊണ്ട് അവർ ടാക്സ് ക്ലാസ് 1ൻ്റെ കീഴിലായിരിക്കും ഉണ്ടാവുക. സോ ഇവർക്ക് വരുന്ന ഒരു ബ്രേക്ക് ഡൗൺ നോക്കാം. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് 8% ആയിരിക്കും. സോ അപ്രോക്സിമറ്റ്ലി ഒരു €280 ഇൻകം ടാക്സ് ആയിട്ട് പോകും. പിന്നെ വരുന്നത് സോഷ്യൽ സെക്യൂരിറ്റി ആണ്. സോഷ്യൽ സെക്യൂരിറ്റീനെ പറ്റിയിട്ട് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അത് ഏകദേശം ഒരു 12% ആയിരിക്കും, അതായത് ഒരു €480. പിന്നെ വരുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്, അതൊരു 3%. സോ ഒരു €105. അങ്ങനെ ടോട്ടൽ ഡിഡക്ഷൻസ് വരുന്നത് €805 ആണ്. സോ 3500 സാലറി ഉള്ള ഒരാൾക്ക്, സിംഗിൾ ആയിട്ടുള്ള ഒരാൾക്ക് ടാക്സ് ക്ലാസ് 1ൻ്റെ കീഴിലാവുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കയ്യിൽ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്, എല്ലാ ഡിഡക്ഷൻസും കഴിഞ്ഞിട്ട് കയ്യിൽ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് €2695 ആണ്. ഇനിയിപ്പോൾ നമ്മൾക്ക് ടാക്സ് ക്ലാസ് 2നെ പറ്റിയിട്ട് സംസാരിക്കാം. ടാക്സ് ക്ലാസ് 2 എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നല്ലെങ്കിൽ മാരീഡ് ആയിട്ട് ആൾക്കാർക്കോ അല്ലെങ്കിൽ ഇവിടെ രജിസ്റ്റേർഡ് പാർട്ട്നേഴ്സ് ഉള്ള ആൾക്കാർക്കോ ഒക്കെ ഈ ഒരു ടാക്സ് ക്ലാസ് 2ൻ്റെ കീഴിലായിരിക്കും അവരുടെ ടാക്സ് കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ടാവുക. സോ സെയിം എക്സാമ്പിൾ, സെയിം സാലറി 3500 ആണ് സാലറി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് നേരത്തെ പോലെയല്ല 4% ഇവർക്ക് ഉണ്ടാവും. സോ ഏകദേശം ഒരു €140. പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, 12%, അത് €420. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് അത് ഏകദേശം ഒരു 3% ആയിരിക്കും, €105. അങ്ങനെ മൊത്തം ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് €665 ആയിരിക്കും. സോ ഫൈനലായിട്ട് ടേക്ക് ഹോം സാലറി, ഇപ്പോൾ നിങ്ങൾ ടാക്സ് ക്ലാസ് 1ലാണ് സിംഗിൾ ആയിട്ടാണ് ഇവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ 2695 ആയിരിക്കും. പക്ഷേ അത് സെയിം ടൈം നിങ്ങൾ ടാക്സ് ക്ലാസ് 2ൽ ഇവിടെ ഇപ്പോൾ മാരീഡ് ആയിട്ട് ഫാമിലി ഒക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 2835 ആണ്. ഇനിയിപ്പോൾ നിങ്ങളൊരു ക്രോസ് ബോർഡർ വർക്കറാണ്, അതായത് ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ് ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ഡെയിലി ലക്സംബർഗിൽ വന്നു പോയി ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ടാക്സ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും. ഈ പറഞ്ഞ പോലെ സോഷ്യൽ സെക്യൂരിറ്റി, ഇൻകം ടാക്സ് ഒക്കെ നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. പക്ഷേ നിങ്ങളൊരു ക്രോസ് ബോർഡർ വർക്കർ ആണ് എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യം ഒന്നുമില്ല. പക്ഷേ നിങ്ങളെ ഹോം കൺട്രിയിലെ ടാക്സ് ചിലപ്പോൾ നിങ്ങൾ അടയ്ക്കേണ്ടി വരും. സോ അതിൻ്റെ കാര്യം എനിക്കറിയില്ല. പക്ഷേ ക്രോസ് ബോർഡർ വർക്കേഴ്സിന് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാറ്റഗറിയോ സ്പെഷ്യലായിട്ടൊരു ടാക്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ലക്സംബർഗിലില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ ഒരു €3500 സാലറി വരുന്ന ഒരാളുടെ കാര്യമാണല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനിയിപ്പോൾ വല്ല അൺസ്കിൽഡ് കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഇതിനെക്കാട്ടും കുറവ് സാലറി ഉള്ള ഒരാൾക്ക് എങ്ങനെയായിരിക്കും ഡിഡക്ഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് €2500 പെർ മന്ത് എടുക്കാം. 2500 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പേ ചെയ്യേണ്ടി വരുന്ന ടാക്സും കുറവ് തന്നെയായിരിക്കും.
ഒരു അപ്രോക്സിമേറ്റ് കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു 2500 സാലറി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് നിങ്ങൾ പേ ചെയ്യേണ്ടി വരിക 5% ആയിരിക്കും, ഒരു 125 യൂറോ. പിന്നെ സോഷ്യൽ സെക്യൂരിറ്റിക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. സോഷ്യൽ സെക്യൂരിറ്റിക്ക് ഒരു 12% കൊടുക്കേണ്ടി വരും, ഏകദേശം ഒരു 300 യൂറോ. അതേപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഒരു 3%, ഒരു 75 യൂറോ. അങ്ങനെ മൊത്തം ഡിഡക്ഷൻസ് ഒരു 500 യൂറോ ആയിരിക്കും ഉണ്ടാവുക. സോ 2500 സാലറി ഉള്ള ഒരാൾക്ക് 2000 യൂറോളം കൈ കിട്ടേണ്ടതാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എക്സ്ട്രാ ടാക്സ് ബെനിഫിറ്റ്സിനെ പറ്റിയിട്ടും ഡിഡക്ഷൻസിനെ പറ്റിയിട്ടൊക്കെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ബെനിഫിറ്റ്സ് കിട്ടും. അതേപോലെ തന്നെ ഹൗസിംഗ് ഡിഡക്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ റെൻറ്റ് അടയ്ക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മോർഗേജ് പേ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ഹൗസിംഗ് ഡിഡക്ഷൻസ് കിട്ടും. നിങ്ങൾ വർക്ക് ചെയ്യുന്നതും താമസിക്കുന്നതും ഒരുപാട് ദൂരെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ഡിഡക്ഷൻസ് കിട്ടാനുള്ള ചാൻസസും ഉണ്ട്. സോ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ നിങ്ങൾ സിംഗിളായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിലോ ഫാമിലി ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിലോ ക്രോസ് ബോർഡർ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിലോ എത്ര ശതമാനമൊക്കെ ആയിരിക്കും ടാക്സ് ഡിഡക്ഷൻസ് ഉണ്ടാവുക, അതേപോലെ തന്നെ എന്തൊക്കെ ഡിഡക്ഷൻസ് ആയിരിക്കും സാലറിയിൽ ഉണ്ടാവുക. ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് എനിക്ക് മനസ്സിലായി വെച്ചിട്ട് പറഞ്ഞുതരാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളെന്തായാലും നമ്മൾ ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യണമല്ലേ. സോ ടാക്സ് റിട്ടേൺസ് ഒക്കെ കറക്റ്റായിട്ട് ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ലൊരു എമൗണ്ട് റീഫണ്ട് കിട്ടാനും സാധ്യതയുണ്ട്. കാരണം എന്തായാലും ഈ റെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇവിടുത്തെ ടാക്സ് റിട്ടേൺ ഫയലിംഗ് ഒക്കെ നമ്മൾ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ ആണ്. സോ നാട്ടിലത്തെ പോലെയല്ല, ഇവിടെ ഇയർ എൻഡിങ് ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് വരുന്നത് ഡിസംബറിലാണ്. സോ അതിന് മുന്നേ വേണം നമ്മൾ നമ്മുടെ ഇൻകം ടാക്സ് ഫയൽ റിട്ടേൺസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ഞങ്ങളെ ടാക്സ് റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിന് വേണ്ടി മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളും ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് റിസർച്ച് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെയൊന്നുമല്ല, ഒരു ഏകദേശം ഇത്ര സാലറിക്ക് എത്ര ശതമാനം ഡിഡക്ഷൻസ് ഉണ്ടാവുന്നു, എങ്ങനെയാണ് ഇവിടുത്തെ ടാക്സ് ക്ലാസ് വരുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെറിയ കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ വെച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇതേപോലത്തെ വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വെൽക്കം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ബൈ.